കേരള ക്രിക്കറ്റ് സാഗ യാത്ര നമ്മൾ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. കാസർഗോഡ് വന്നപ്പോൾ നമ്മളാകെ ഞെട്ടിപ്പോയതാണ് ഇവിടുത്തെ ഈ മൈതാനം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതേ നോക്കിയേ, ഒരു വലിയ പട തന്നെ നമുക്കുണ്ട്, മുന്നിലുണ്ട്. അതിൽ താരങ്ങളുണ്ട്, അസോസിയേഷൻ ഭാരവാഹികളുണ്ട്, പരിശീലകനുണ്ട്, രക്ഷിതാക്കളുണ്ട്. വികാസത്ത് ഈ അടിസ്ഥാന സൗകര്യത്തിൻ്റെ അപര്യാപ്തത ഇവിടുത്തെ ക്രിക്കറ്റ് മുന്നേറ്റത്തിന് ഒരു തടസ്സമായിരുന്നു. പക്ഷേ ഇന്ന് കഥ മാറി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ് ഈ സമയത്ത്. ഈ കുട്ടികൾ തന്നെ കാണുമ്പോൾ ഇപ്പോൾ ഒരു വർഷത്തോളമായി കണ്ടിന്യൂ വൈകുന്നേരം ഇത്ര കുട്ടികൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും കൂടാതെ ശനിയും ഞായറും ഇതിനായിട്ടും കൂടുതൽ കുട്ടികൾ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നീലീഷ് ഭാഗത്തു നിന്നും മംഗൽപാടി ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ശനി ഞായറും ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ ഇവിടെ വരാനും കൊണ്ടുവരാനും മറ്റുള്ള ടൂർണമെൻറ്റുകൾ നമ്മളെ പ്ലേയേഴ്സിന്, നമ്മളെ കുട്ടികൾക്ക്, ഇപ്പോൾ ജില്ലയിൽ നമ്മളെ കുട്ടികൾ ഈ സൗകര്യം ഇല്ലാതെ തന്നെ നമ്മളെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആയപ്പോൾ ഇപ്പോൾ നെറ്റ്സ് നമ്മൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇപ്രാവശ്യം നെറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റെഗുലർ കോച്ചിങ് ക്യാമ്പ് നമുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗ് മാച്ച് ഏകദേശം 67 ക്ലബ്ബുകൾ. അതിൽ 67 ക്ലബ്ബുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് 1500ഓളം കളിക്കാരുണ്ട്. സമ്മർ ക്യാമ്പിൽ തന്നെ 3 സെൻറ്റേഴ്സായിരുന്നു നമ്മൾ സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് ഉപ്പള, നീലേശ്വരം ആൻഡ് മാനിയ. ഈ ഗ്രൗണ്ടിൽ ഈ 3 സെൻറ്ററിലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതും കൂടുതലാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. ഉപ്പള സെൻറ്ററിൽ തന്നെ 140 കുട്ടികളായിരുന്നു ഒരു സെൻറ്ററിൽ തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാനിയ സെൻറ്ററിലും മാനിയയിലും 70-80 കുട്ടികൾ മാനിയ സെൻറ്ററിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ നീലേശ്വരം 80 കുട്ടികളുണ്ടായിരുന്നു. എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. സാർമാർ എന്തൊക്കെ പറഞ്ഞിരുന്നുണ്ട്? സാറ് ഇവിടെ ബോളിങ് ടിപ്സ്, ബാറ്റിംഗ് ടിപ്സ്, ഫീൽഡിംഗ് ടിപ്സ്, അതുപോലെ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറേ പറഞ്ഞിരുന്നുണ്ട്. പിന്നെ ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടെ അങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടാണ്. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇവിടുത്തെ കോച്ചിങ്ങുകളുടെ. കാസർഗോഡിന്റെ ക്രിക്കറ്റ് മോഹങ്ങൾക്ക് വലിയ ചിറക് മുളപ്പിച്ചത് 1993 താളിപ്പടപ്പ് ഗ്രൗണ്ടിൽ നടന്ന ഒരു മത്സരമാണ്. കർണാടക വേഴ്സസ് കേരളം അണ്ടർ-21 മത്സരം. ഡോഡ ഗണേശിന്റെ നേതൃത്വത്തിലുള്ള കർണാടക സംഘവും സുനിൽ ഓയസിസും ഉമ്രിയും അജയ് കുടുവയും അടങ്ങിയ കേരള സംഘവും ഒരു തീപ്പൊരി പോരാട്ടമായിരുന്നു. കാസർഗോട്ടെ ഈ മൈതാനത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കൊണ്ടുവരിക, വലിയ ടൂർണമെൻറ്റുകൾ കൊണ്ടുവരിക, അതുവഴി കാസർഗോഡ് നിന്ന് പുതിയ താരങ്ങളെ വാർത്തെടുക്കുക, വലിയ ലക്ഷ്യങ്ങളുണ്ട് കാസർഗോഡ് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന് മുന്നിൽ. അതിൻ്റെ തുടക്കമെന്നോണമാണ് മനോഹരമായ ഈ മൈതാനം നമ്മൾ കാണുന്നത്. നമ്മുടെ യാത്ര തുടരുകയാണ്. മറ്റൊരിടത്ത് കാണാം.